voice. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ. സങ്കീർത്തനങ്ങൾ 34:3. ക്രിസ്തുവിനെ അറിയുവാനും അവന്റെ വഴികളെ അറിയുവാനും കുട്ടികളെ ഒരുക്കി വിശ്വാസത്തിന്റെ വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്ന, ആഘോഷിക്കുന്ന, പങ്കിടുന്ന ഈ അനുഗ്രഹീത വാർഷിക സംഭവത്തിലേക്ക് ഏവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. കാലം നമുക്ക് സമ്മാനിക്കുന്ന ഓരോ വർഷവും ഒരു ചെറിയ നിശബ്ദതയാണ്. തിരിഞ്ഞു നോക്കുവാൻ, നടന്ന വഴികൾ ഓർക്കുവാൻ, മുന്നിലുള്ള പാതകൾ തിരിച്ചറിയുവാൻ. Today, this evening becomes that pause. ഇത് വെറുമൊരു സംഗമമല്ല, ഇതൊരു വിശ്വാസ സാക്ഷ്യമാണ്. പ്രാർത്ഥനയിൽ മാറുന്ന നൃത്തമാണ്, സ്തുതിഗാനമായി ഉയരുന്ന ചുവടുകളാണ്, ഒരു സമർപ്പിത സഭയുടെ ആത്മീയ യാത്രയാണ്. ഇതൊരു വേദി മാത്രമല്ല, പഠനവും ജീവിതവും ഒരുമിച്ച് കൂടുന്ന ഒരു ഇടവഴിയാണ്. മതബോധന ക്ലാസുകളിലൂടെ നമ്മുടെ കുട്ടികൾ അറിയുന്ന മൂല്യങ്ങളും നമ്മൾ ഈശോയെ പങ്കുവെക്കുന്ന ഒരു വേദി കൂടിയാണ്. വെളുക്ക് തെളിയിക്കുന്നത് മറയ്ക്കാനല്ല, പ്രകാശിപ്പിക്കാനാണ്. ഇന്നത്തെ ഓരോ പ്രകടനവും ഈ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന ഒന്നാകട്ടെ. So let this annual gathering be less about perfection, more about presence, less about applause and more about connection. പ്രാർത്ഥനയും ബൈബിൾ അധ്യയനവും മുഖേന വിശ്വാസത്തിന് വെളിച്ചം തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന ഈ വേദി ദൈവകൃപയുടെ സാക്ഷ്യമായി മാറട്ടെ. ഈ സന്തോഷ നിമിഷങ്ങൾ എല്ലാവർക്കും ആത്മീയ പ്രചോദനവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ വാർഷിക സംഗമത്തിന് ഞങ്ങൾ വിനീതമായി തുടക്കം കുറിക്കുന്നു. ഈശ്വരൻ സ്നേഹം നിറഞ്ഞവരെ, ഈ വാർഷികാഘോഷത്തിൽ നമ്മളെ എല്ലാവരെയും ഇവിടെ ഒത്തുചേരാൻ അനുവദിച്ച ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. വെമ്പൂർ മാസ്ലിവ സരസിന്റെ 2025-26 വർഷത്തെ വാർഷികാഘോഷത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന നമുക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന ആത്മീയ ശ്വാസം പോലെയാണ്. അത് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം പുതുക്കുന്ന ഒരു അനുഗ്രഹ നിമിഷമാണ്. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, വിശ്വാസത്തോടെ ദൈവത്തെ തേടുന്ന ഹൃദയത്തിന്റെ അനുഗ്രഹ സംഭാഷണമാണ്. ഏതൊരു നല്ല കാര്യത്തിനും ഒരു തുടക്കവും ലക്ഷ്യവുമുണ്ട്. ആ തുടക്കം ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടിയാവുമ്പോൾ നമ്മുടെ ലക്ഷ്യം എളുപ്പത്തിൽ കൈവരിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വിശേഷ ദിവസത്തിൽ നമ്മുടെ ലക്ഷ്യം ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടെ ആരംഭിക്കുക എന്നതാണ്. Prayer is not only spoken but also expressed through devotion and movement. With reverence, we invite our prayer dance team to present the prayer dance. സ്നേഹമുള്ള ജിരുവച്ച ബിസാറെ, ഏറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കലാസ്നേഹികളായ നാട്ടുകാരെ, നമ്മളിന്ന് ഇവിടെ വെമ്പുവ മാർസ്ലീവ ദേവാലയത്തിൻ്റെ തിരുനാളനുബന്ധിച്ച് നമ്മളിവിടെ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ സർഗപ്രതിഭകളെ തൊട്ടുണർത്തുന്ന ഈ മനോഹരമായ വേദി
ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ അരങ്ങിലേക്ക് എത്തുന്നത്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ പുറകിലുള്ള ഉണ്ടായിരിക്കണം പ്ലീസ്. പുറകിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ഒന്നും ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ തിരുനാളിനൊരു പ്രത്യേകതയുണ്ട്. വളരെ യുവാവായൊരു അച്ഛനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം. ആൾക്കാർ വളരെ സന്തോഷത്തോടെ കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 1867 ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചത് ഒരു സ്വീഡിഷ് കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആൽഫ്രഡ് ബെർണാഡ് നോബൽ. വ്യവസായ ലോകത്തും അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തേക്ക് വേണ്ട ഒരു സുപ്രധാനമായ കണ്ടുപിടുത്താണ് ഡൈനാമിറ്റ്. ചെറിയൊരു സ്ഫോടക വസ്തു വലിയ സ്ഫോടനത്തോടുകൂടെ പ്രവർത്തിച്ച് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ആ ഡൈനാമിറ്റ് സാധിച്ചു. ആദ്യമെല്ലാം വ്യവസായ മേഖലകളിലായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. കാലാന്തരത്തിൽ അധികം താമസിക്കുന്നതിൻ്റെ ഗുണങ്ങൾ തീവ്രവാദി പോലെയുള്ള ഗ്രൂപ്പുകൾ കണ്ടെത്തുകയും മനുഷ്യവംശത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് അത് പരിശ്രമിക്കുകയും ചെയ്തു. ആ വസ്തു ഡൈനാമിറ്റ്. ഈ വലിയ കണ്ടുപിടുത്തം നടത്തിയ ആൽഫ്രഡ് ബെർണാഡ് നോബലിന് നിരവധി അവാർഡുകൾ ലഭിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സ്വീകരണങ്ങൾ അവാർഡുകൾ ലഭിച്ച് അതിൻ്റെ ആലസ്യത്തിൽ അദ്ദേഹം ഇങ്ങനെ കഴിയുന്ന വേളയിൽ ഒരു ദിവസം അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. അദ്ദേഹം പ്രഭാതത്തിൽ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ, പ്രഭാത പത്രങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചുമന്ന അക്ഷരത്തിൽ ഇങ്ങനെയൊരു വാക്യം കണ്ടു: ഡൈനാമിറ്റ് രാജാവ് മരിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. തൻ്റെ കണ്ണുകളെയൊക്കെ അദ്ദേഹം നുള്ളി നോക്കി, ശരീരത്തിൽ നുള്ളി നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഉൾക്കിടിലം ഇങ്ങനെ കടന്നു വന്നു. ജനങ്ങൾ എൻ്റെ മരണശേഷം ആൾക്കാർ എന്നെ ഏത് രീതിയിലേക്ക് കാണുക? ഒരു അനേകരെ കൊന്നൊടുക്കിയ ഒരു വ്യക്തിയായിട്ടാണ്. ഡൈനാമിറ്റ് എന്ന് പറയുന്ന ഉഗ്രസ്ഫോടന ശക്തിയുള്ള വസ്തു കൊണ്ട് അനേകരെ ഉന്മൂലനം ചെയ്ത വ്യക്തിയായിട്ടായിരിക്കും ലോകത്തെ കാണുന്നത്. ഡൈനാമിറ്റ് രാജാവ് മരിച്ചെന്നാണ് പത്രവാർത്ത. അദ്ദേഹം മനസ്സിലാക്കിയത് സ്വപ്നമാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം വരുത്താനായിട്ട് ആഗ്രഹിച്ചു. അതായത് അദ്ദേഹം ചിന്തിച്ചു, മരണശേഷം എന്നെ നല്ല വ്യക്തിയായിട്ട് എല്ലാവരും കാണണം, അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം, സൽപ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ കാണണമെന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം 1895 ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അതാണ് നോബൽ പ്രൈസ് ഫൗണ്ടേഷൻ. 1996 അദ്ദേഹം മരണമടഞ്ഞ വേളയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണ രീതി തന്നെ ആയിരുന്നു. അങ്ങനെ 1901 ആദ്യത്തെ നോബൽ പ്രൈസ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘാടകർക്ക് സാധിച്ചു. നിങ്ങൾ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ വിലമതിക്കുന്ന ഒരു അവാർഡാണ് നോബൽ പ്രൈസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും അദ്ദേഹം ആ ഫൗണ്ടേഷന് നൽകി. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരു നോബൽ പ്രൈസ് കിട്ടാൻ എത്രമാത്രം ആഗ്രഹിച്ചത് ലോകജനത കണ്ടതാണ്. നോക്കുക, ഒരു സ്വപ്നം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ വിധിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. ഈശോയിലെ സ്നേഹം, ഞാൻ നിങ്ങൾക്കൊരു ചിന്ത നൽകുകയാണ്.
നിങ്ങളുടെ മരണശേഷം ലോകം നിങ്ങളെ എങ്ങനെ കാണും? അല്ലെങ്കിൽ നമ്മളായ ക്രൈസ്തവ സമൂഹത്തെ ലോകം എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പറ്റി എങ്ങനെ ചിന്തിക്കുക? ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കാണുന്നത് കരോൾ സംഘത്തെ ആക്രമിച്ചു. കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും കരോൾ സംഘത്തെ ആക്രമിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കും. അതൊന്നും യഥാർത്ഥ കരോളല്ല. ഉണ്ണീശോ ഇല്ലാത്ത കരോളാണ്. ക്രിസ്ത്യൻ സഭയെ വഹിച്ചുകൊണ്ടുള്ള ചെണ്ടയും കൊട്ടി കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും ഒരിക്കലും കരോളല്ല. ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പകച്ചെടുക്കാൻ ആർക്കും സാധിക്കില്ല. ഓർക്കണം നിങ്ങൾ, നമുക്കല്ലാതെ ആർക്കും ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെപ്പറ്റി മറ്റവരുണ്ട്, ഈ ക്രൈസ്തവരായ നമ്മളെപ്പറ്റി ആൾക്കാർ എന്താണ് ചിന്തിക്കുക? അവരിങ്ങനെ പറയില്ലേ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ മക്കളെയും വിദേശത്തേക്ക് എത്തിക്കുന്ന ജനസമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ഒരിക്കലും വാർദ്ധക്യ സമയത്ത് മക്കളുടെ സാന്നിധ്യം അനുഭവിക്കാതെ മരിക്കുന്ന ഒരു കൂട്ടരല്ലേ നമ്മളുടെ ക്രൈസ്തവ സഭാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ. പ്രൗഢഗംഭീരമായ മനോഹരമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടുകളൊക്കെ, മണിമന്ദിരങ്ങൾ നമ്മൾ പണിതിടും. ഒരപ്പനും അമ്മയും കഷ്ടി അവിടെ കാണും. ഒരമ്മയ്ക്ക് കഞ്ഞി എടുത്തു കൊടുക്കാൻ വരെ ഒരാളില്ലാത്തൊരു സാഹചര്യത്തിലേക്കല്ലേ നമ്മൾ പോവുക. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിലയുള്ള വീട്, കാർ വാങ്ങിച്ചു ഓടിക്കാൻ അറിയത്തില്ല. ഈശ്വരത്തെ സ്നേഹമുള്ളവർ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും? അതുപോലെ നമ്മുടെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്ത് പറയും? വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് പറയും. അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നടത്തുന്നവരാണെന്ന് പറയും. എന്നാൽ ഈ പൊതുജനത്തിന് മറ്റ് മതസ്ഥർക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇവർ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്, വിശ്വാസമുള്ളവരാണ്, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരാണെന്ന് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? എത്ര പേരോട് ചോദിക്കാൻ പറയാനായിട്ട് സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. ആൽഫ്രഡ് നോബൽ തൻ്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചു. ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ കലാപരിപാടികളിലേക്കും ഇങ്ങനെയുള്ള കലാസന്ധ്യകളിലേക്കും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കുവാനും നമ്മുടെ മൂല്യങ്ങൾക്ക് അല്പം കൂടെ വ്യതിരിക്തമായ ഭാവങ്ങൾ നൽകുന്ന ഒരു ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയുക്തമാക്കുവാനായിട്ട് ഈ ചെറിയ സമ്മേളനം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിത മൂല്യങ്ങളോട് ചേർന്ന് വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് വളരുവാനും നമ്മൾക്കുണ്ടായിരുന്ന പഴയ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുവാനും കുടുംബത്തിൻ്റെ ഏകതയും അതുപോലെ തന്നെ നാനാത്വമൊക്കെ ഒരുപോലെ നിലനിർത്തുവാനും പണം മാത്രമല്ല ജീവിതത്തിലെ സന്തോഷമെന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപയെല്ലാം നമുക്ക് ഇതിലൂടെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടിയിൽ സഹകരിക്കുന്ന ഒരുപാട് അധ്വാനിക്കുന്ന, അതുപോലെ തന്നെ പരിപാടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാവരെയും, ഇടവകയിലെ വികാരിച്ചതിനെയും സൺഡേ സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങളെയും ഭക്തസംഘടന ഭാരവാഹികളെയും എല്ലാം ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. വാർഷികം നമ്മളിവിടെ കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹവും പരിപാലനയും ഈ ദിനങ്ങളിലെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടിയായിരിക്കും. നമുക്കറിയാം, ഒരു ഇടവകയുടെ തിരുനാൾ ആ പ്രദേശത്തിൻ്റെ മുഴുവനും ഉത്സവമാണ്. എങ്ങനെ ആപാലവൃത്തം ജനങ്ങൾ ജാതിയും മതവും പരിഗണിക്കാതെ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടുകയും ദേവാലയത്തിലെ കർമ്മങ്ങൾക്കും തിരുക്കർമ്മങ്ങൾക്കും അതോടൊപ്പം തന്നെ കൂട്ടായ്മകൾക്കുമൊക്കെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് ഒരു പ്രദേശത്തിൻ്റെ മുഴുവനും അനുഗ്രഹവും ഐശ്വര്യവുമാണ് എന്ന് ചരിത്രങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഇടവക തിരുനാൾ, പ്രത്യേകിച്ച് വെമ്പുവ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, അത് കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും നിമിഷമായി മാറ്റപ്പെടുകയാണ്. ഈ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന
വ്യത്യസ്തമായ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ ഒന്നു ചേർന്ന് ഉണ്ണിമിശിഹായുടെ തിരുമുമ്പിൽ ഒന്നിച്ചു ചേരുകയും ഉണ്ണിമിശിഹായോട് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം നേടുകയും ചെയ്യുന്ന ദിനങ്ങളാണ് തിരുനാളിന്റെ ദിനങ്ങളെന്ന് നമുക്കറിയാമല്ലോ. ഈ തിരുനാളിലെ മഹാദിനത്തിൽ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുന്നോടിയായി ഈ ഇടവകയിലെ പ്രദേശത്ത് അധിവസിക്കുന്നവർ കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്തമായ സംഘടനയിൽപ്പെടുന്നവരുടെയും ഒക്കെ വാർഷിക ആഘോഷമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുക. ഈ ഒരു വാർഷിക ആഘോഷത്തിന് വേണ്ടി ഒത്തിരിയേറെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളുമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ദിനങ്ങളിലെല്ലാം തന്നെ പള്ളിയുടെ ചുറ്റുപാടും ഇവിടുത്തെ അന്തരീക്ഷം മുഴുവനും കുഞ്ഞുങ്ങളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും അവിടെ കലാപരിപാടികളുടെ റിഹേഴ്സലുകൾ കൊണ്ടും ഒക്കെ മുഖരിതമായിരുന്നു. പലപ്പോഴും ഈ കലാപരിപാടികൾ എന്തിനാണ് അവതരിപ്പിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കൊരു സംശയമില്ല. ഇതിനേക്കാൾ നല്ല പരിപാടികൾ ഒരുപക്ഷെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഒത്തിരിയേറെ ഒരുക്കങ്ങളും ഒത്തിരിയേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രമീകരണങ്ങൾക്കും അനുസരിച്ച് വളരെ മനോഹരമായ പരിപാടികൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ നമുക്ക് ലഭിക്കുമ്പോഴും ഇടവക തിരുനാളിനോടനുബന്ധിച്ചുള്ള വാർഷികങ്ങൾക്ക് യാതൊരു പ്രസക്തിയും കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഇടവക തിരുനാളിനോടനുബന്ധിച്ച വാർഷികാഘോഷങ്ങൾ അത് സ്റ്റേജിൽ അവതരിപ്പിക്കും മുൻപ് നടത്തപ്പെടുന്ന ഒരുക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ജോലിയുടെ അന്തരീക്ഷത്തിൽ നിന്നുമൊക്കെ ആൾക്കാര് ഈ ഒരു പ്രാക്ടീസിന് വരികയും പരിശീലനത്തിലൂടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ചെയ്യുക. നമ്മളെപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിൽ ബന്ധങ്ങളില്ല. പ്രത്യേകിച്ച് മൊബൈലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വളരെ പ്രബലമായപ്പോൾ ബന്ധങ്ങള് അറ്റുപോയി എന്നും തൊട്ടടുത്തിരിക്കുന്നവർ തമ്മിൽ മെസ്സേജ് അയച്ചാണ് ആശയവിനിമയം നടത്തുന്നതെന്നുമൊക്കെ നമ്മൾ പരാതി പറയുമ്പോഴും ഇനിയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും നല്ല ബന്ധങ്ങൾ ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നും എല്ലാവരുടെയും മനസ്സിൽ ഊഷ്മളമായ ഈ ഒരു വികാരങ്ങൾ ഉണ്ടായി എന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിലെല്ലാം വീടുകളിലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്, ഇവിടെ സ്റ്റേജിൽ വന്ന് പരിശീലനം നടത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്കിടയിലും ജോലിക്കിടയിലുമൊക്കെ സമയം കണ്ടെത്തി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് നിങ്ങൾ പരിശീലനം നടത്തുമ്പോൾ പ്രേമുള്ളവരെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുകയും നമുക്കറിയാം, ഒരു ഒറ്റയ്ക്ക് ഒരു ആൾക്ക് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഒരാൾ മാത്രമായിട്ട് സ്റ്റേജിൽ വന്നാൽ പോലും ഇതിന് പിന്നണിയിലും മുന്നണിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അനേകരുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ സ്റ്റേജിൽ ഒരാൾക്ക് വന്നു നിന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോലും ഒരു പരിപാടി അവതരിക്കുമ്പോൾ ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സഹകരണവും ഒരു സ്നേഹവും ആ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിസ്തർക്കമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുനാളിനോടനുബന്ധിച്ച് വാർഷികങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഇവിടുത്തെ തിരുനാൾ കമ്മിറ്റി നിഷ്കർഷ പുലർത്തുകയും അത് പ്രായോഗിക തലത്തിലേക്ക് ഇന്ന് 29-ാം തീയതി ഡിസംബർ മാസം 2025 പ്രായോഗികമായി തീരുകയും ചെയ്യുന്നത്. ഇതിന്റെ വേദിയിലേക്ക് എത്തുമ്പോൾ ഇതിന് സഹകരിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്തവരെ, ഇതിനെ സഹായിച്ചവര്, ശബ്ദവും വെളിച്ചവും നൽകുന്നവരെ, ഇവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇവിടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം വിജയകരമായിട്ട് തീരുക. അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അത് വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഉള്ളിലെ കഴിവിനെ അത് മൂടിവെക്കണമെന്നല്ല, അത് ഉയരങ്ങളില് മലകളിൽ ഉയർത്തപ്പെട്ട ദീപം പോലെ മനുഷ്യർക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ദൈവം തന്ന കഴിവുകളെ വിനിയോഗിക്കാനായിട്ട് നമുക്ക് കഴിയണം, അതിന് തയ്യാറാകണമെന്നും കൂടി ഈ ഒരു തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ഇടവക വാർഷികം ആഘോഷിക്കുമ്പോൾ സഭ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ വർദ്ധിപ്പിക്കാനും മനുഷ്യന് ഉപകാരപ്രദവും സന്തോഷകരവും എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന തരത്തിൽ ആയിത്തീരണമെങ്കിൽ തീർച്ചയായും അല്പം ത്യാഗം അതിന് പിന്നിലുണ്ട്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികളോട് ഓടി വരുന്ന ഞാൻ കാണാറുണ്ട്. പരീക്ഷയുടെ സമയത്തും കുട്ടികളുടെ ചിന്ത ഇതാണ്, എങ്ങനെയാണ് വെമ്പുവ മാർത്തലിമ പള്ളിയിലെ തിരുനാളോടനുബന്ധിച്ചുള്ള വാർഷികം മനോഹരമാക്കുക. ഞാൻ ഏറ്റെടുത്ത ഒരു തിരുനാളിനുള്ള പ്രോഗ്രാം എത്രയും നന്നായി തീരണമെന്ന് വാശിയോടുകൂടി എൻ്റെ ദിവസങ്ങളെല്ലാം ഇന്നലെയും ഇരിക്കാനും അതിന് മുമ്പത്തെ ദിവസങ്ങളുമെല്ലാം തന്നെ ഈ കുഞ്ഞുങ്ങള് തങ്ങളുടെ റിഹേഴ്സലുകളും അവരുടെ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ തിരുത്തലുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ആ തിരുത്തലിൽ നല്ല മനോഭാവത്തോടെ എടുക്കാനും അതനുസരിച്ച് ഇവിടെ പരിപാടി അവതരിപ്പിക്കാനൊക്കെ സാധിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ്.
പറയുമ്പോൾ ഇതാണ് ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത്. ഇവിടെ കൂട്ടായ്മയിൽ അധിവസിക്കുന്ന ക്രൈസ്തവരും അക്രൈസ്തവരുമായ വ്യക്തികൾ തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ അത് ഊഷ്മളമാവുകയും അത് വർദ്ധിതമാവുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുനാൾ ഇത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ ഈ ഇടവ വാർഷികം ആഘോഷിക്കുന്നത്. ഇത്തരത്തിൽ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവ കൂട്ടായ്മയിൽ പെടുന്നവരാണ് നമ്മളെല്ലാം തന്നെ. ഈ കൂട്ടായ്മയിൽ പലതരത്തിൽ സഹകരിക്കുന്ന വ്യക്തികളുണ്ട്. ഈ സഹകരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വേണ്ടി ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി മാനന്തവാടി രൂപതയിൽ നിന്ന് കോട്ടത്തറ ഇടവ വികാരിച്ചനായ ബഹുമാനപ്പെട്ട മൈക്കിൾ വടക്കേമലച്ചനാണ് നമുക്കൊപ്പം ഉള്ളത്. അച്ഛനാണ് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. മാനന്തവാടി രൂപതയിൽ അദ്ദേഹം കഴിഞ്ഞ 25 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ ജ്യേഷ്ഠ സഹോദരനേക്കാൾ ഉപരിയായി ഇന്നത്തെ ദിവസം പ്രധാന അതിഥിയായി ഇവിടെ വരികയും നമ്മൾക്ക് നല്ലൊരു സന്ദേശം വിശുദ്ധ കുർബാന സമയത്ത് നൽകുകയും വീണ്ടും നല്ലൊരു സന്ദേശത്തിനായി ഞങ്ങൾ കാതോർക്കുകയാണ്. വലിയ സന്ദേശത്തിലൂടെ ഞങ്ങളെ പ്രബുദ്ധരാക്കുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ വടക്കേമലച്ചന് വളരെ കൃത്യമായിട്ടുള്ള സ്വാഗതം നേരുകയാണ്. നമുക്കറിയാം, നമ്മളധികം പ്രസംഗങ്ങൾ ഇവിടെ ഈ സ്റ്റേജിലില്ല. അതിനാൽ തന്നെ മറ്റ് എല്ലാവരും വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടവക കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ബിജു മണനാൽ സാറാണ് ഈ വേദിയിൽ നന്ദി പറയുന്നത്. 2 പ്രസംഗങ്ങൾ മാത്രമേ നന്ദി പറയുന്നത്. സാറ് നമുക്കറിയാം, ഒരു ഇടവക കോർഡിനേറ്റർ എങ്ങനെയാകണമെന്ന് ഞാൻ പലപ്പോഴും പല വേദികളും പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായ കണിശതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനും തനിക്ക് ബലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് തെല്ലും കുറവ് കൂടാതെ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ സാർ നൈസർഗികമായൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായും അതിരൂപതയിലും നമ്മുടെ ഇടവകയിലും അറിവുള്ളതാണ്. വിഷൻ ലീഗിന്റെയും അതുപോലെ തന്നെ വിഷൻ ലീഗിന്റെ മേഖല അതിരൂപത തലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങൾ, നവീകരണ പ്രസ്ഥാനങ്ങളിലും ഒക്കെ സാറിന്റെ സാന്നിധ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. വളരെ സ്നേഹത്തോടെ കൃത്യമായി സാറിനെ ഈ ഒരു നന്ദി പ്രകാശനത്തിന്റെ വേദിയിലേക്കും മീറ്റിംഗിലേക്കും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊപ്പമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ ഈ ദിവസങ്ങളെല്ലാം ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്. കുഞ്ഞു സിസ്റ്റേഴ്സ്, ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓൾസോ ഹിയർ, and I welcome them to this program, and they will be having a program also. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന കൈക്കാരന്മാര് അവർ ഈ ദിവസങ്ങൾ മുഴുവനും പള്ളിയിൽ തന്നെയാണ്. ഒരു പക്ഷേ ഞാൻ ഉറങ്ങുമ്പോൾ പോലും അവർ പള്ളിക്ക് ജോലി കഷ്ടപ്പാടുമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി ഇവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവരെല്ലാം ഈ തിരുനാളോടനുബന്ധിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. നമ്മുടെ സെക്രട്ടറി നമ്മുടെ വേദാട പ്രധാന അധ്യാപകനാണെന്നൊരു കാര്യം നമുക്കറിയാമല്ലോ. വർഗീസ് സാറിനെ വളരെ കൃത്യമായിട്ട് വിശ്വാസ പരിശീലന കൂട്ടായ്മയുടെ പേരിൽ എല്ലാ അധ്യാപകരെയും ബഹുമാനപ്പെട്ട വർഗീസ് സാറിനെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാം വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണവും വേണമെങ്കിൽ അരങ്ങിലും അണിയറയിലുമായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നല്ലൊരു സന്ധ്യ, ഒരു കലാവിരുന്നിന്റെ സന്ധ്യ നിങ്ങൾക്കെല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വിശ്വാസം ആഘോഷമാകുമ്പോൾ, ആഘോഷം ഒരുമയാകുമ്പോൾ വേദിയും ജീവിതം ഒരേ താഴ്ത്തിച്ചിരിക്കുന്നു. ഈ വേദിയിൽ ഇന്ന് നമ്മൾ കണ്ടത് പ്രകടനങ്ങൾ മാത്രമല്ല, അത് പ്രാർത്ഥനയായി മാറിയ ചുവടുകളായിരുന്നു, ആരാധനയായി ഉയർന്ന ശബ്ദങ്ങളായിരുന്നു, സ്നേഹമായി പങ്കുവച്ച നിമിഷങ്ങളായിരുന്നു. Children, youth, parents, elders, different roles, different journeys, but one stage, one spirit. That is the beauty of togetherness. ഓരോ അവതരണത്തിൻ്റെയും പിന്നിൽ ഒരുപാട് പങ്കുകളുണ്ട്. സമയം, ക്ഷമ, പരിശ്രമം, മറ്റുള്ളവർക്കായി കരുതുന്ന മനസ്സ്, അതാണ് ഈ സംഗീത ഒരു പരിപാടിയേക്കാൾ ഉയർത്തി ഒരു അനുഭവമാക്കി മാറ്റിയത്. ഈ മനോഹരമായ സംഗമം സാധ്യമാക്കിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സംഘാടകർക്കും പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും കാണികളായി വരുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. Faith becomes celebration when it is shared. Love becomes worship when it is lived. And community becomes strength when we stand together. ഇന്നത്തെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമായി, കരുതലായി, ഒരുമയായി തുടർന്ന് നിൽക്കട്ടെ. ഈ നന്ദിയുടെയും ഐക്യത്തിന്റെയും ചിന്തകളോടെ നമ്മുടെ ഇടവകയുടെ ഈ വാർഷിക സംഗമത്തിന് ഞങ്ങൾ വിനീതമായി സമാപനം കുറിക്കുന്നു. Thank you to all
ഇടവക വികാരി ജിനു വടക്കേ പോകുന്ന അച്ഛ, ഈ മീറ്റിംഗ് ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്ത മൈക്കിൾ വടക്കേ പോകുന്ന അച്ഛ, ഏറെ സ്നേഹമുള്ള ഇടവകകളെ, പ്രിയപ്പെട്ടവരെ, ലയോ മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്റെ പേരാണ് ക്രിസ്തു. കാരണം ക്രിസ്തുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്തി രക്ഷിക്കാനാവുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈശോയെ തേടി കണ്ടെത്തുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ സുന്ദര ദിവസങ്ങളിൽ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനുപരിയായിട്ട് ഇന്ന് നമ്മൾ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനത്തിന്റെ പരിശ്രമത്തിലാണ് നിൽക്കുന്നത്. വരുന്ന 2 മഹാദിവസങ്ങൾ ഡിസംബർ 31 ജനുവരി 1 നമ്മുടെ ഇടവകയുടെ മഹാതിരുനാൾ കൊണ്ടാടുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ ഇടവകയുടെ സംയുക്ത വാർഷികം കൂടി ആഘോഷിക്കുകയായിരുന്നു. സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, കൂട്ടായ്മയുടെ, അതിലൊക്കെ ഉപരിയായിട്ട് ആത്മസമർപ്പണത്തിന്റെ, ഒരുപാട് പ്രയത്നത്തിന്റെ, അധ്വാനത്തിന്റെ പരിണതഫലമാണ് ഇന്ന് നമ്മൾ 7 മണി മുതൽ ഈ 10 മണി വരെ ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത്. വാഴനത്ര പ്രോഗ്രാമുകൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇടവകയിൽ ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ചത്. ആ വാർഡുകൾ തമ്മിലുള്ള കൂട്ടായ്മകൾ വലിയ ദൈവാനുഗ്രഹത്തിന്റെ നാളുകളായിരുന്നു. വാർഡ് വാർഷികളെല്ലാം പൂർത്തിയായി. അതിനുശേഷം നമ്മുടെ ഇടവാസം ഒരുമിച്ച് ഇവിടുന്ന് ആടിപ്പാടി യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്ന വലിയ സുന്ദര നിമിഷങ്ങൾ നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക, ഭൗതികമായ, കലാസാഹിത്യപരമായ ഉയർച്ചയും വളർച്ചയും ഒക്കെ ഊന്നിപ്പറയുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ മാറ്റാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇടവസം ഒന്ന് ചേർന്ന് ഈ പ്രോഗ്രാമിൽ അകവഴിഞ്ഞ പിന്തുണയും സഹകരണം ചേർന്ന് നൽകിയപ്പോൾ ഒരുപാട് കൊച്ചു കലാകാരികളും കലാകാരന്മാരും ഈ കൂട്ടായ്മയുടെ വിജയത്തിനായിട്ട് അക്ഷീണം പ്രയത്നിച്ചപ്പോൾ അതൊരു വലിയ സുന്ദര നിമിഷമായിട്ട് മണിക്കൂറുകളായിട്ട് മാറാൻ സാധിച്ചു. ദൈവത്തെ മഹത്വപ്പെടുന്ന നല്ല പ്രോഗ്രാമുകൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ഇടവകയുടെ ഐക്യവും സന്തോഷവും എല്ലാം ഊട്ടിയുറപ്പിക്കുന്ന സുന്ദര നിമിഷങ്ങളായിട്ട് മാറുമ്പോൾ പൗലോസ്ലീഹ ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ നിയമം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ അയൽവക്ക ബന്ധത്തിന്റെ ഒരു പൂർത്തീകരണമായിട്ട് ഈ മീറ്റിങ്ങിനെ, ഈ സമ്മേളനത്തെ, ഈ സാംസ്കാരിക സമ്മേളനത്തെ, ഈ വാർഷിക മീറ്റിംഗ് നമുക്ക് വളരെ സാധിക്കും. എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള എന്റെ കടമ. ഞാൻ ആ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നേ ദിവസം ഈ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മൈക്കിൾ വടക്കേ മുതലാൽ അച്ഛനാണ്. നമുക്കറിയാം, അച്ഛൻ മാനന്തവാടി ഇടവയിൽ നിന്ന് ഈ പ്രോഗ്രാമിനായിട്ട് മാത്രം ഇവിടെ വരികയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിലുപരിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിനോച്ചന്റെ ജ്യേഷ്ഠ സഹോദരൻ നിലയ്ക്ക് അച്ഛൻ നമ്മുടെ കാണിച്ച സഹകരണത്തിനും ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതിനും വിശുദ്ധബലി അർപ്പിച്ച് നമ്മുടെ അനുഗ്രഹിച്ചതിന് ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ മൈക്കിൾ അച്ഛന് ഈ കൂട്ടായ്മയുടെ കൃത്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഈ പ്രവർത്തനങ്ങളെല്ലാം പിന്നിൽ ചുങ്കം പിടിക്കുന്ന നമ്മുടെ വികാരിയച്ഛനാണ് സ്വാഗതം ആശംസിച്ചത്. നമ്മുടെ ഇടവകയിൽ ഒരു പുത്തൻ തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ആളുകളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് ജിനോച്ചന്റെ അക്ഷീണമായ പ്രയത്നമാണ്. ജനസംഘത്തിൽ എന്നോട് ചെവിയിൽ ബന്ധിച്ചു, ആരോഗ്യവും ഭക്ഷണവും ഒക്കെ നോക്കാതെ അച്ഛൻ അധ്വാനിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്ന് ചെവിയിലൊന്നും സൂചിപ്പിച്ചു. അത് അച്ഛൻ ശരിയാണ്. താനും നമ്മുടെ ഇടവകയുടെ വിവിധങ്ങളായ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, രാവും പകലുമില്ലാതെ അധ്വാനിക്കുന്ന ജിനോച്ചൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബങ്ങള് ഐക്യത്തില്, സഹകരണത്തില്, സ്നേഹത്തിൽ ആയിക്കൊണ്ട് അച്ഛൻ ആഗ്രഹിക്കുന്നു. ഇടവകയുടെ വിവിധങ്ങളായ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന MBA കോളേജിന്റെ പ്രസിഡന്റ് നിലയ്ക്ക്, അതിലുപരിയായിട്ട് നമ്മുടെ ഇടവകയുടെ നിലയ്ക്ക് അക്ഷീണം പ്രവർത്തിക്കുന്ന സ്വാഗതം ആശംസിച്ച ജിനു അച്ഛൻ വടക്കേ മുതലാലിന് ഈ കൂട്ടായ്മയിൽ വരുന്ന കൃത്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ നന്ദി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ വർഗീസ് സാറാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം പിന്നെ ക്രോഡീകരിച്ചത് വർഗീസ് സാറാണ്. സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാമുകളെല്ലാം വർഗീസ് സാറിന് ഈ മീറ്റിംഗിന് വേണ്ടി കൃത്യമായ നന്ദി പറയുന്നു. സൺഡേ സ്കൂൾ അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും കൃത്യമായ നന്ദി പറയുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈക്കാരന്മാരും ജോൺ ചേട്ടനും ബേബി മുതലും ചേട്ടനും സുനിൽ കുഴിയാലിയും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു.
അതുപോലെ ഈ പ്രോഗ്രാം വിജയിപ്പിച്ച ഇവിടുത്തെ കലാപരം അവതരിപ്പിച്ച നല്ല കലാകാരന്മാർക്കും ഈ കൂട്ടായ്മയുടെ പേരുള്ള നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മറ്റു മുതിർന്നവരുണ്ട്, അവർക്കും ഈ കൂട്ടായ്മയുടെ പേരുള്ള കൃത്യമായ നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ച ആങ്കറിംഗ് നടത്തിയ 4-6 പേരുണ്ട്. അവരുടെ പേരെടുത്ത് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. GN മണ്ണാല്, ഡോണ മണ്ണാലി, റോസ് തെരുന്നോളി, എൽദ പൂത്തുട്ടാപ്പറമ്പിൽ, ജെയിലിൽ പടമത്തോട്ട്, അനോട് കാറ്റത്തെങ്കിൽ ഈ 4 ചുണക്കുട്ടന്മാർക്കും ചുണക്കുട്ടികൾക്കും ഇടവക കൂട്ടായ്മയോടുള്ള കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൽസ കഴിയുന്നതിനുള്ള കൂടുതൽ എൽസയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് ഭക്ഷണം ഒരുക്കിയ നല്ല ഭക്ഷണ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കൃപ ലൈറ്റ് ആൻഡ് സൗണ്ട് ജിജോയുടെ നേതൃത്വത്തിലുള്ള ടീം നമുക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും നന്ദി പറയാൻ നമ്മുടെ ഇതുമായിട്ട് സഹകരിച്ച വാർഡ് കൂട്ടായ്മ പ്രസിഡന്റുമാരും സെക്രട്ടറിമാര്, അവർക്കും ഈ കൂട്ടായ്മയുടെ പേരുള്ള ഹൃദ്യമായ നന്ദി പറയുന്നു. ഇതിലൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് KCYന്റെ ചുണക്കുട്ടികള്, ജോണ്, അതും ചങ്ങാടിക്കുന്നതില് ജയറോന്നുണ്ട്, ഈ 3 കൂട്ടുകാർക്കും പ്രത്യേകമായിട്ട്